ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ടുഡേ ഈസ് ജൂൺ 11. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അപ്പം എൻ്റെ ബർത്ത്ഡേ ഫസ്റ്റ് ടൈം ആയിരിക്കും എൻ്റെ ബർത്ത്ഡേ വിത്തൗട്ട് മൈ ഫാമിലി. ഞാൻ ജനിച്ച് ഇതുവരെ എൻ്റെ എല്ലാ ബർത്ത്ഡേയിലും എൻ്റെ പാരൻസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഉള്ളത്. ആഫ്റ്റർ മാരേജ് ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഉറപ്പായിട്ടും അവരെ കൂടെ ആയിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് അവരില്ലാതെ ആഘോഷിക്കേണ്ടി വരുന്നത്. ആൻഡ് ഖത്തറിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. സോ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കാം. പക്ഷെ അവരെനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അവരില്ല എന്നുള്ളൊരു വിഷമം ഒന്നും അപ്പം തോന്നിയില്ല. അവരെത്ര ദൂരാണെങ്കിലും എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഐ ആം സോ ബ്ലെസ്ഡ്, മാഷാ അല്ലാ. അപ്പം അവർ തന്ന ഗിഫ്റ്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം അതൊക്കെയാണ് ഗിഫ്റ്റ്. അപ്പം എൻ്റെ സിസ്റ്റർ അയച്ചെന്ന ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് കറൻ്റ്ലി ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതറിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ എനിക്ക് അയച്ചെന്നാണ്. ആൻഡ് അഗെയിൻ എനിക്കാണെങ്കിൽ ഡ്രസ്സ് പ്രാന്തിയാണ് ഞാൻ. അപ്പം അതറിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ ഡ്രസ്സാണ് കൊടുത്തയച്ചത്. ആൻഡ് അങ്ങനെ കുറേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്ന മാതിരി ഇതാ അഗെയിൻ ഈ കളർ ഞാൻ തപ്പി നടക്കായിരുന്നു. ഞാൻ ഈ ഈദിൻ്റെ സമയത്ത് കുറേ തപ്പിയതേനു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഐസു സെൻഡ് ചെയ്തെന്നാണ് ഈ ഗിഫ്റ്റ്, മൈ ബേബി. അപ്പം ഐ ലവ് യു ബേബി. ഒരു വാച്ച്. എനിക്ക് ഡ്രസ്സും വാച്ചും ബാഗും ഒക്കെ ആട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എൻ്റെ സിസ്റ്റർ അയച്ചെന്ന വാച്ചാണ്. ഒരു ബാഗും ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സിനെ മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ബാഗ് വാങ്ങി തരുന്നത്. സോ ഒരുമിച്ച് ഇതിന് കൂടെ ഇടാം. പിന്നെ എൻ്റെ പപ്പ കൊടുത്തയച്ചാണ് കുനാഫ ചോക്ലേറ്റ്. ഐ ലവ് ദിസ്. പക്ഷെ ഖത്തറിൽ ഞാൻ കുറേ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലേനു. പക്ഷെ നാട്ടിൽ നമ്മളെ ലുലു മാളിലുണ്ട്. അപ്പം പപ്പ കൊടുത്തയച്ചാണ്. ഇമ്പോർട്ടഡ്, മെയ്ഡ് ഇൻ UAE ആണ്. അപ്പം താങ്ക് യു പപ്പ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഫ്രം ഫഹദ്. ഇറ്റ്സ് സോ ക്യൂട്ട്. ഐ ലവ് ക്യൂട്ട് റിങ്സ്. ഞാനിപ്പോൾ നാട്ടിലാണെങ്കിൽ എനിക്ക് 12 മണിക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ കേക്കും പിന്നെ ഗിഫ്റ്റ്സ് അങ്ങനെയൊക്കെയാണ്. നമ്മളെ വീട്ടിൽ എല്ലാവരും ബർത്ത്ഡേ സമയത്ത് 12 മണിക്ക് സർപ്രൈസ് ആയിട്ട് വിഷ് ചെയ്യുക, കേക്ക് കട്ടിങ്, ഗിഫ്റ്റ് കൊടുക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പം അതൊക്കെയാണ് ഈ പ്രാവശ്യം ഞാൻ കുറച്ച് മിസ് ചെയ്തത്. പക്ഷെ ഓഫ് കോഴ്സ് 12 മണിയായപ്പോൾ ഫഹദ് വന്നിട്ട് കേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് കേക്കും ഗിഫ്റ്റ്സും ഒക്കെ തന്നു. പക്ഷെ ഫാമിലി ഇല്ലാത്തൊരു വിഷമം. പക്ഷെ അവർ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഓക്കെ, അവരും എൻ്റെ കൂടെ ഉള്ള ഒരു തോന്നലായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. കേക്ക് കട്ടിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഒന്ന് പുറത്ത് പോവുക, ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ടിങ്, അത്രേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡൊക്കെ മമ്മ ഉണ്ടാക്കി തരും. ആൻഡ് പായസം വെക്കും. ആൻഡ് ഉച്ചക്ക് ലഞ്ച് കഴിച്ചു ആൻഡ് ബിരിയാണി കഴിച്ചു. അപ്പം പിന്നെ ഇന്നൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഡെസേർട്ടൊക്കെ കഴിക്കുകയാണ്. ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഈ ഡ്രസ്സാണ് ഇന്ന് വെയർ ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഔട്ടിങ്ങിനാണ് പോണത്. അങ്ങനെ ഇതാ നമ്മളൊന്ന് റെഡിയായി നേരെ നമ്മൾ പോയത് ഒരു AC പാർക്കിലാണ്. ഈ ചൂടത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് പോകാനായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. ആൻഡ് ഇറ്റ് വാസ് സോ പീസ്ഫുൾ.
പിന്നെ നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ്. അങ്ങനെ ഇതാ ഡിന്നറൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ഗീ റൈസും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കാൻ പോയി. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടു. ദാറ്റ് വാസ് മൈ ബർത്ത്ഡേ വ്ലോഗ്. ഓക്കെ, താങ്ക് യു ഗൈസ്.